വേഷമാടോ ഇത്? കുറച്ച് ഓവറായശനെ. താന്നെ പെണ്ണ് കാണാൻ പോകണം? അല്ല, ഇതൊരു തരം പെണ്ണ് കാണലാണല്ലോ. ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഇത് ഇടണ്ടാണ്. താനാണ് എക്സ്ട്രീം അതറൻ. നോക്കി കക്കൂസിലിടുന്ന ചെരുപ്പ് കിട്ടുന്നുണ്ട് വന്നിരിക്കുക. ക്ലബിൽ പോകാനാണ് അത്ര. ഇടോ അതിനകത്ത് കയറ്റമൊന്നുമില്ല, അറിയില്ല. ഇങ്ങനെ എന്ത് കഷ്ടമായി. ശരി ആശാനെ, അങ്ങനെ അറാൻ പറ്റുന്ന വാക്കുകളൊന്നും പറയരുതേ. ആശാൻ ഈ ക്ലബിന്റെ കാര്യം പറഞ്ഞതിന് ശേഷം ഫുൾ ടൈം എനിക്കിത് മാത്രമേ ചിന്തയുള്ളൂ. ആശുപത്രിയിൽ പോലും രോഗികൾക്ക് മരുന്ന് മാറി കൊടുത്തോ എന്ന് എനിക്ക് സംശയമുണ്ട്. താൻ ഏത് ഹോസ്പിറ്റലാണ് വർക്ക് ചെയ്യുന്നത്? ലിങ്കൺ മെമ്മോറിയൽ. എന്താ കാര്യം? ഏയ് ഒന്നുമില്ല, ചാകാൻ കിടക്കാണല്ലോ, അങ്ങോട്ട് പോവല്ല. ഓ ശരി ആശാനെ, നമുക്ക് പോവാം. ശരി പോവാം, സമയം. അതെ ആശാനെ, എൻ്റെ $250 ഉണ്ട്, പിന്നെ ക്രെഡിറ്റ് കാർഡും ഉണ്ട്. മതിയാവൂ? താൻ ഇത് വാങ്ങാൻ വന്നാണോ? അതെ, 2 പേരോടും കൂടെ പറയാ, ഓവറാക്കരുത്. ഇടി കൊള്ളാൻ കഴിയല്ല എന്നിട്ടാ ഉണ്ടോ? എന്താ ഇടി? So what's going on? How'd I say? You good? Let's go, bud. Good deal. Oh, hold on, bud. Can't let you in with that. Sorry, you need to have a shoes. What's up? Hello sir, how are you sir? How you doing? What is this? It is me sir. Do you have anything else on you? It is me sir. When I was going to Dubai, I took it sir. A few years ago I took it sir. Can't do it, bro. You're growing up too much. Can't do it. That's not you. Sorry, I can't do it. Step aside for me, please. നിന്നെ കൊണ്ടൊക്കെ ഒരു സ്ഥലത്ത് പോകാൻ എന്തൊരു ബുദ്ധിമുട്ടാണ്. എന്ത് പഴയത്? 2ാം ക്ലാസ്സിലെ ഫോട്ടോയാണ്. 2ാം ക്ലാസ്സിലല്ല, 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എടുത്തതാ. ദുബായി പോവാൻ. ദുബായി പോയി. പ്രാന്തന്മാരെ കൊണ്ടൊക്കെ ഇറങ്ങുന്ന എന്നെ വേണം തല്ല. വെറുതെ ഗ്യാസ് അടിച്ച് ഇവിടം വരെ വന്നത് പാഴ്ചെലവാ. എന്ത് പറയുന്നു? ബേബിക്കുട്ട, നീ വിചാരിച്ചാൽ ഈ പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷനുണ്ട്. എന്ത് സൊല്യൂഷൻ? എങ്ങനെ? പക്ഷെ നീ വിചാരിക്കണം. ഷോപ്പ് റൈറ്റിൽ കോൺഫ്ലേക്സിന് 174. കോസ്കോയിലെ ലാഭം. ഒരു ഡസൻ വാങ്ങിക്കണമെന്നേ ഉള്ളൂ. $1 വെച്ച് കൊടുത്താലും ലാഭമാണ്. കോസ്കോയിൽ തന്നെ പോയി വാങ്ങിക്കാം. ബേബിക്കുട്ട, ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും റെഡി ആയില്ലേ? ഓ സാർ എഴുന്നേറ്റോ? കിടക്കയിലിരുന്ന് വിളിച്ചാൽ മതിയായിരുന്നല്ലോ. ഞാൻ ബ്രേക്ക്ഫാസ്റ്റും ചായയൊക്കെ ആയിട്ട് അങ്ങോട്ട് കൊണ്ടുവന്നേനല്ലോ. എടാ, നീ ഇന്നലെ കാണിച്ച പണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് അല്ല, വല്ല വിഷമാണ് കലക്കി തരണ്ടേ. അത് ബേബിക്കുട്ട, ഇന്നലെ കുറച്ച് ഓവറായിപ്പോയി. ഓവർ ആയതുകൊണ്ട് നീ രക്ഷപ്പെട്ടു. ബോധമില്ലാതെ കിടക്കുന്ന ഒരുത്തിനോട് പിന്നെ സംസാരിച്ചിട്ട് കാര്യമില്ലല്ലോ. എടാ, 1/2 മണിക്കൂർ വരാമെന്ന് പറഞ്ഞ് പോയാൽ നീ എത്ര മണിക്കാണ് തിരിച്ചു വന്നേ? അത് ബേബിക്കുട്ട, അവിടെ ഓരോന്ന് കണ്ടിരുന്നങ്ങ് സമയം പോയത് അറിഞ്ഞില്ല. പക്ഷെ ഇന്നലെ നീ കാണിച്ച ത്യാഗം, അതോടുകൂടി എനിക്ക് ഒരു കാര്യം മനസ്സിലായി. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ലഭിച്ച ബെസ്റ്റ് ഫ്രണ്ട് നീയാണ്. സന്തോഷം. ഈ പറഞ്ഞതേ ഒരു സർട്ടിഫിക്കറ്റായിട്ട് എഴുതി തന്നിരുന്നെങ്കിൽ 2 കിലോ അരി വാങ്ങിക്കായിരുന്നു. നീ ഇക്കാര്യത്തിൽ എന്നെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. എത്ര കാലമായി നിന്നോട് പറയുന്നു ഒരു ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ? ഇന്നലെ പറ്റിയ ആ ID പ്രശ്നം, ഒരു ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരുന്നെങ്കിൽ അത് പറ്റുമായിരുന്നോ? അത് മാത്രമല്ല, ഈ രാജ്യത്ത് ജീവിക്കാൻ കാറില്ലാതെ എങ്ങനെ പറ്റും? ശരി, ഒരു ലൈസൻസ് കിട്ടിയാലേ ശരിയാവത്തുള്ളൂ. ആ കൃഷ്ണനെ കൊണ്ട് പച്ചക്കറി വാങ്ങിക്കാൻ വിട്ട് ശമ്പളം മൊത്തം ഗുജറാത്തിന് കടയിൽ കൊടുക്കാനേ ഉണ്ടാവത്തുള്ളൂ. എടാ, ഇന്നലെ അവൻ പാലും മുട്ടയും കോൺഫ്ലേക്സ് അടക്കം ആ ഇന്ത്യൻ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചു വന്നേക്കുന്നു. എത്രയെന്നറിയോ? $250. എടാ, അതിൻ്റെ പകുതി സാധനം ആ കോസ്കോയിൽ നിന്ന് ഷോപ്പ് റൈറ്റിൽ നിന്ന് വല്ലതും വാങ്ങിച്ചിരുന്നെങ്കിൽ വെറും $200 താഴെ തന്നേനെ. അതെ, നീ ഇനി മുതൽ നീ മാത്രം ഷോപ്പിംഗ് ചെയ്താൽ മതി. നീ അല്ല, നമ്മൾ ഇനി ഷോപ്പിങ്ങിന് നമുക്ക് പോവാം. ആ കൃഷ്ണൻകുട്ടീനെ ഗ്രോസറിക്ക് വിട്ടാൽ ശരിയാവത്തില്ല. അല്ല, അതിപ്പം ഞാൻ വരണോ? നീ
ഓ അല്ലല്ലേ മേലനങ്ങ ഒരു പരിപാടി നിന്നെ കൊണ്ട് കിട്ടത്തില്ലല്ലോ. എടാ എനിക്ക് ലൈസൻസ് കിട്ടുന്ന അത്ര കാലം മതി. ഈ കാശ് സേവ് ചെയ്യുന്ന ഈ വീട്ടിൽ എൻ്റെ മാത്രം ആവശ്യമാണല്ലോ. അല്ലടാ ഈ ലൈസൻസ് കിട്ടാൻ എന്നുള്ള ഫസ്റ്റ് സ്റ്റെപ്പ്? അതിനെന്തോ റിട്ടേൺ ടെസ്റ്റ് പാസ്സാവണം. ഇതെന്തോടെ നീ ഈ സ്റ്റേ ഫ്രീയുടെ കൂപ്പൺ കെട്ടിയത് വെച്ചിരിക്കുന്നു? എടാ മറ്റേത് എഴുതി നോക്ക്. ഇവൻ്റെ ഒരു കാര്യം. ഓ തക്കാളിയായിരുന്നു. Henry Ford is the father of the assembly line. Henry Ford was born in July 30, 1863. Henry Ford is the father of the assembly line. Henry Ford was born in July 30, 1863. Henry Ford is the father of the assembly line. Henry Ford was born in July 30, 1863. Henry Ford was born in താനത് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് അല്ലേ പഠിക്കണം? ചൊവ്വാഴ്ച ലൈസൻസിന്റെ പരീക്ഷ. അതിനെന്തിനാ ഈ മനുഷ്യൻ ചക്രം കണ്ടുപിടിച്ചത് പഠിക്കുന്നേ? ബേബിക്കോട്ട DMAയുടെ പുസ്തകം പഠിച്ചാൽ പോരെ? അതൊക്കെ ഞാൻ പഠിച്ച്. പക്ഷെ ഔട്ട് ഓഫ് സിലബസ് എല്ലാം ചോദിച്ചാലോ? അമേരിക്കക്കാരുടെ കാര്യമില്ലയോ? Henry Ford is the father of the assembly line. Henry Ford was born in July 30, 1863. Henry Ford is the father. Bye, lo quiere Cristina. അസനെ എനിക്കിപ്പോൾ ഇവന്മാരുടെ സംസാരമൊക്കെ നല്ല മനസ്സിലായി തുടങ്ങി. പക്ഷെ പാട്ട് പാടി തുടങ്ങിയ ഒന്നും മനസ്സിലാവുന്നില്ല. എടോ ഇത് സ്പാനിഷ് ചാനലാ. ഓ അതാ കാര്യം. പേടിപ്പിച്ചാണല്ലോ. ഇപ്പോഴാണെങ്കിൽ ചിപ്സ് തൊണ്ടയിൽ കുടുങ്ങിയാണ്. ഓ അത് നീ ചുമ്മാ ആക്രാന്തം കാണിച്ച് വിഴുങ്ങിയിട്ട. കൊള്ളാലോ ബേബിക്കോട്ട, പാസ്സായല്ലോ. പിന്നല്ല 20 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നേ. അതിനകത്ത് 19 കറക്റ്റായി. ഒരൊറ്റ ഒരെണ്ണം മാത്രം തെറ്റിച്ച്. അതായത് വെൻ ഇറ്റ് ഈസ് റെയിനിങ് വാട്ട് ടു ഡു അതായിരുന്നു ക്വസ്റ്റ്യൻ. ഞാൻ A ചൂസ് ചെയ്തു. പുൾ ദ കാർ ഓവർ ടു ദ സൈഡ്. പക്ഷേ B ആയിരുന്നു കറക്റ്റ് ആൻസർ. പുട്ട് ദ വൈപ്പർ. ഔട്ട് ഓഫ് സിലബസ് ചോദിച്ചു. അതാ പ്രശ്നം പറ്റിയത്. അങ്ങനെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞ് കിട്ടി. ഇനി ഡ്രൈവിംഗ് ടെസ്റ്റോടെ പാസ്സാവണം. അതാ അടുത്ത ടെൻഷൻ. അതിന് നിങ്ങളുടെ ടെൻഷൻ അടിക്കുന്നത്? നാട്ടിൽ നമ്മൾ പട്ടിയും കുട്ടികളും വഴിയെ കുറേ ആടുന്ന് ഓടിച്ച് പഠിച്ചിട്ടില്ല. പിന്നെയാണ് ഇവിടെ ഓടിക്കാൻ ബുദ്ധിമുട്ട്. ടെൻഷൻ അടിക്കണ്ട. അതല്ല അച്ഛന്, ഞാൻ നാട്ടിൽ ഇതുവരെ വണ്ടിയെ ഓടിച്ചിട്ടില്ല. പണ്ട് എൻ്റെ ജാതകം നോക്കിയിട്ട് അമ്മച്ചി പറഞ്ഞു വണ്ടി ഓടിച്ചാൽ അത് ദോഷമാണ്. അതിൽ പിന്നെ അമ്മച്ചി എന്നെ സുമ സൈക്കിൾ പോലും തൊടാൻ സമ്മതിക്കത്തില്ല. എന്നാ പറയാനാ? ബേബിക്കുട്ട നീ വെറുതെ ടെൻഷൻ അടിക്കാതെ. നാട്ടിൽ എത്ര പേരെ ഞാൻ വണ്ടി ഓടിക്കാൻ പഠിപ്പിച്ചിരിക്കുന്നു. ഒരു വാടക വണ്ടി നീ റെഡിയാക്കിയാൽ ഞാൻ പഠിപ്പിച്ചു തരാം. ഞാൻ ഏറ്റെന്നേ. വാടകയ്ക്കൊന്നും വണ്ടി എടുക്കണ്ട. എൻ്റെ വണ്ടി ഞാൻ വിൽക്കാണ്ടിരിക്കുക. അതിൽ ഓടിച്ച് പഠിച്ചു. അപ്പോൾ വണ്ടി റെഡി, ഗുരുവും റെഡി. ഇനി ഇന്ധനം കൂടെ വേണം. ഏത്? വണ്ടിയിലൊഴിക്കാനുള്ളതല്ല, ഗുരുവിന്. മനസ്സിലായോ? ഏത്? ചെലവ്. നിനക്കെപ്പോഴും അതിൻ്റെ വിചാരമേ ഉള്ളൂ. എങ്ങനെയെങ്കിലും കോസ്റ്റ് കൺട്രോളൊക്കെ ചെയ്ത് ജീവിക്കാൻ ഇവിടെ നോക്കുമ്പോഴാണ് അതിന് ചിലവ്. ബേബിക്കുട്ട ഇതാ ഐശ്വര്യമായിട്ട് വലത് കാല് വെച്ച് കയറിക്കും. എൻ്റെ ഈശോയെ, ഞാൻ ഈ ഏർപ്പെടാൻ പോകുന്ന ഈ പരീക്ഷണത്തിൽ നീ എൻ്റെ കൂടെ ഉണ്ടാവണമേ. എൻ്റെ വിശുദ്ധ അന്തോണീസ് പുണ്യവാള, പരിശുദ്ധ കന്യാമറിയമേ, സകല വിശുദ്ധന്മാരെ, വിശുദ്ധ ഗബ്രിയേൽ മാലാഖേ, നീ എൻ്റെ കൂടെ ഉണ്ടാകണമേ. തുടങ്ങാം. ആറ് റിവേഴ്സ് ആണ്. ഡീലോട്ട് എടുത്തോ. പതുക്കെ. ഇത് ഒരു കാറ്. ഒരു കാറിന്റെ മുൻവശം. ഇവിടുന്ന് 1 2 3 4 5 6. ഇവിടെ വേറെ കാറിന്റെ പിൻവശം. ഈ 2 കാറിനും ഇടയ്ക്കായിട്ട് നീ നമ്മുടെ കാറ് കൊണ്ട് പാർക്ക് ചെയ്യണം. ഇതിനാണ് പാരലൽ പാർക്കിംഗ് എന്ന് പറയുന്നത്. നീ അതേലും ഒന്ന് പറയാം. ഇടത്തോട്ടെങ്കിൽ നേരെ നോക്കി പിടി. നേരെ നോക്കിയാ ഞാൻ പിടിക്കുന്നത്. പക്ഷെ ഇടത്തോട്ട് വന്നു. അതല്ലേ വലത്തോട്ട് പിടിക്കാൻ പറഞ്ഞു. വലത്തോട്ട് പിടി. നീ ഇങ്ങനെ ഇടതും വലത്തോട്ട് പിടിക്കാതെ നേരെ പിടിയടാ. വണ്ടി നിർത്ത്. ഇനി നീ ഓടിക്കണ്ട. ഇനി ഞാൻ ഓടിക്കാം.
Mr. Paris? അങ്ങനെ പേര് വിളിച്ച് ചെലവാക്കും മുമ്പ് വേഗം ചെല്ല്. Paranayikal Babykutan, sir. It's me, sir. Come, sir. Come, sir. Sit, sir. You want me to drive? It's your test. Oh, sorry, sir. In India, we drive that, sir. Sir, I got confused with India, sir. Come, sir. Come. Come, sir. Come, sir. Okay, your papers are all fine. Okay, I want you to go up to that intersection up there and make a right. Okay, sir. ഈശോയെ, ഞാൻ ഈ ഏർപ്പെടാൻ പോകുന്ന പരീക്ഷണത്തിൽ നീ എൻ്റെ കൂടെ ഉണ്ടാവണമേ. പരിശുദ്ധ കന്യാമറിയമേ, ഗബ്രിയേൽ മാലാഖേ, സകല വിശുദ്ധന്മാരെ, ഞാൻ ഏർപ്പെടാൻ പോകുന്ന പരീക്ഷണത്തിൽ നീ എൻ്റെ കൂടെ ഉണ്ടാവേണമേ. ദേവി. Okay, it's time. Let's go. Have to go. ഓക്കെ സർ, ഓക്കെ സർ. You may want to open your eyes. Sorry, sir. When I drive, I open my eyes, sir. Only when I pray, I close my eyes, sir. Thank you. Stop! 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 Stop sign. Stop! Stop! Sorry, sir. Sometimes I get confused between accelerator and brake, sir. Sorry, sir. Sometimes only, sir. Not always, sir. Sometimes only, sir. Sorry, sir. Okay, go forward. Okay, making left over here. Indicators. Sorry, sir. I was in very much in tension, sir. That is why, sir. Sorry, sir. Yeah, I'm ready. All right. So I'll see you in a bit, okay? Bye. ആശാൻ എങ്ങോട്ടാ? സമ്മറൊക്കെ അല്ലടോ, ബീച്ച് വരെ ഒന്ന് പോകാൻ കരുതി. ബീച്ചിലോ? ഞാനും കൂടെ ഒന്ന് വന്നോട്ടെ. ഇവിടുത്തെ ബീച്ചൊക്കെ കാണണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. എടോ അതിപ്പം പ്ലീസ് ആശാൻ നോന്ന് മാത്രം പറയരുത്. നാട്ടിൽ വെച്ച് ബേവാച്ച് എല്ലാ ആഴ്ചയും മുടങ്ങാതെ കണ്ടിരുന്ന വ്യക്തിയായി ഞാൻ. ഇവിടുത്തെ ബീച്ച് കാണാൻ ഞാൻ കാത്തിരിക്കുകയായിരുന്നു. എടോ അത് സമയം പോയി, അതുകൊണ്ടാണ് ഞാൻ ഇപ്പം ഇറങ്ങുക. പ്ലീസ് ആശാൻ നോന്ന് മാത്രം പറയരുത്. അത് മാത്രമല്ല, നാട്ടിൽ നിന്ന് വന്നപ്പോൾ ഇവിടെ ബീച്ചിലിടാനുള്ള ട്രൗസർ വരെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ആ ചെല്ല്, ഓക്കെ. ഒരു മിനിറ്റ്, ഞാനിത് എത്തിക്കഴിഞ്ഞു. അല്ല ആശാൻ എന്താ ഈ ദേഹത്തൊക്കെ തേക്കുന്നത്? എണ്ണയാണോ? എടോ ഇത് UV ക്രീം, കറക്കാതിരിക്കാനുള്ളതാ. കറക്കാതിരിക്കാനും ഒരു പേസ്റ്റോ? ശിവന്മാരെ കാര്യം. എനിക്കും കൂടെ കുറച്ച്. 9 മണി 3 മണി വൈപ്പർ ഇൻഡിക്കേറ്റർ. 9 മണി 3 മണി വൈപ്പർ ഇൻഡിക്കേറ്റർ, ബ്രേക്ക്, ആക്സലറേറ്റർ, ഇൻഡിക്കേറ്റർ. 9 മണി 3 മണി വൈപ്പർ ഇൻഡിക്കേറ്റർ, ബ്രേക്ക്, ആക്സലറേറ്റർ. താൻ എന്തുവാടി കാണിക്കുന്നത്? വണ്ടി ഓടിച്ച് കളിക്കുകയാണോ? അല്ല, നാളെ ഇത് ഡ്രൈവിംഗ് ടെസ്റ്റ് ഉള്ളതാ. എല്ലാം ഒന്ന് പ്രാക്ടീസ് ചെയ്യണം. കഴിഞ്ഞ തവണ ഞാൻ ഇപ്പോൾ ഈ ഇൻഡിക്കേറ്റർ ഇടാൻ അങ്ങ് മറന്നുപോയി. ഞാൻ റെഡി. നീ കക്കാൻ പോവാ? അല്ല അത് ശരിയാണല്ലോ. ഇതെന്തുകൊണ്ട് നേരത്തെ കൊണ്ട് മരുന്ന് വെച്ചിരിക്കുന്നത്? അല്ല ഇത് മറ്റേ കറക്കാതിരിക്കാനുള്ള സൺ ബ്ലോക്കർ. ആശാനല്ലേ പറഞ്ഞത്? ഈശ്വര, അങ്ങനെ ഒരു അബദ്ധം എനിക്ക് പറ്റി. അല്ല എനിക്ക് അറിയാൻ മേലാഞ്ഞിരിക്കുക. നിങ്ങൾ രണ്ട് നഴ്സിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരുന്നോ അതോ വല്ല മെൻ്റൽ ഹോസ്പിറ്റലായിരുന്നു റൂംമേറ്റ്സ്? വാട്ട് കേസാ രണ്ടും. Okay, have you learned to drive yet? Any confusion with the brake and the gas pedal? No confusion, sir. I know how to drive, sir. Okay. Now let's get going. സമ്മർ തുടങ്ങി, ചൂടും തുടങ്ങി. അയ്യോ എന്താ ഓടെ ഇത്? അയ്യോ സോറിടാ, ഞാൻ ബ്രേക്ക് കിട്ടിയത്. ഏത് ഈ കാല് വെച്ചാ? പിന്നെ മാറി, കാല് മാറി. സീ കാല്. ബേബിക്കുട്ടാ, നീ ഇത് എത്രാമത്തെ ടെസ്റ്റ് എടുക്കുന്നത്? 3? ഇവിടെ ഇക്കണക്കിന് പോയ ആ റോഡ് ടെസ്റ്റ് എടുക്കുന്ന റോഡിന് ബേബിക്കുട്ടൻ റോഡ് എന്നവർ എഴുതി വെക്കും. എടാ ലങ്ങേര് കാറി കയറി അപ്പം ഞാൻ ടെൻഷൻ അടിച്ച് കോളമാകും. എടാ ഞാൻ ഒറ്റയ്ക്ക് ഓടിക്കുമ്പോൾ ഒരു പ്രശ്നമില്ല, നീ കണ്ടിട്ടുള്ളതല്ലേ? എടാ ഇത്തവണ അങ്ങനെ സൈഡിലോട്ട് മാറ്റി നിർത്തി ഒരു 100 രൂപ കൈ വെച്ചാലൊന്ന് ഞാൻ ആലോചിക്കുക. എന്നിട്ട് വേണം അവന്മാർ നിന്നെ പിടിച്ച് വല്ല പോലീസിലും ഏൽപ്പിക്കാൻ. ഇടാ എന്തിനു പറയുന്നു, അധികം താമസിക്കാതെ നമ്മുടെ ആൾക്കാരെ അവന്മാരെ ഈ വേലയും പഠിപ്പിക്കും. വേണ്ടല്ലേ? Come, sir. This time I will get it correct, sir. I practice, sir. No, you
You tried to kill me twice. I have a wife. I have 3 kids. I want to see them again. You need a license? Tell you what, we'll make it happen. Sir, I will get a license automatically without driving? Yes. താങ്ക് യു സർ. എടാ, എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയ സ്ഥിതിക്ക് ഇന്നത്തെ ചെലവ് എൻ്റെ വക. നീ തുറന്നായിരുന്നു? എന്തായാലും വണ്ടി ഓടിക്കാതെ അമേരിക്കയിൽ ലൈസൻസ് കിട്ടിയ ആദ്യത്തെ ഡ്രൈവറാ ബേബിക്കുട്ട. അതിപ്പോ ആശാനെ നാട്ടിലാണെങ്കിലും അമേരിക്കയിലാണെങ്കിലും ജീവനി കൊതിയില്ലാത്ത മനുഷ്യർ കാണൂ. നീ അധികം കോമഡി ഒന്നും അടിക്കണ്ട. പോയി ഇന്നത്തെ ഉച്ചക്കലത്ത് ഊണുണ്ടാക്കും പോ. ഇവിടെ ഉള്ളിയും തക്കാളിയും എല്ലാം ഇവിടെ തീർന്നിരിക്കുക. ഇവിടെ ഒരു സാധനമില്ല. നമുക്ക് പുറത്തു പോയില്ല കഴിക്കാം. ഞാനിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ പുറത്ത് പോകുന്നുണ്ട്. I'll get some groceries. അയ്യടാ, അതെ, എനിക്ക് ഈ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയ സ്ഥിതിക്ക് ഇനി മുതൽ ഗ്രോസറിയൊക്കെ ഞാൻ തന്നെ വാങ്ങിച്ചോളാം. ഓ, നിങ്ങൾ രണ്ടുപേരും കൂടെ ഇന്ത്യൻ സ്റ്റോറിൽ പോയി ഫ്രോസൺ സെക്ഷനിൽ പോയി വിളയാടുമല്ലയോ? ഫ്രോസൺ ഇലയപ്പം, ഫ്രോസൺ കുമ്പിളിയപ്പം, ഫ്രോസൺ ഉണ്ണിയപ്പം, ഫ്രോസൺ മറ്റേയപ്പം, ഫ്രോസൺ ചില്ലി ചിക്കൻ. അതെ, ഇതൊന്നും ഇവിടെ മുതലാവത്തില്ല. ഇനി മുതൽ ഗ്രോസറിയൊക്കെ ഞാൻ തന്നെ വാങ്ങിച്ചോളാം. കഴിഞ്ഞ 1 മാസം കൊണ്ട് ഞാൻ ഗ്രോസറി വാങ്ങിച്ചപ്പോൾ എത്ര രൂപയാണ് സേവ് ചെയ്തെന്നറിയാമോ? $75.57. എത്ര? $75.57. $75.57 ഞാൻ സേവ് ചെയ്തത്. അതുകൊണ്ട് മോൻ എന്തായാലും കീങ് ഇതാ, ഞാൻ പോയി വാങ്ങിക്കാം. സ്വർഗസ്ഥനായ പിതാവേ, ഈ പരീക്ഷണത്തിൽ നീ എൻ്റെ കൂടെ ഉണ്ടാവണമേ. ഈ യാത്രയിൽ എൻ്റെ എല്ലാ തടസ്സങ്ങളും നീ മാറ്റിത്തരണേ. സ്വർഗസ്ഥനായ പിതാവേ. എന്തോ നമ്മളെ യുദ്ധത്തിനാണോ പോകുന്നത്? ഇവിടെ 4 പച്ചക്കറി വാങ്ങിക്കാൻ പോണേന് നീ എന്തോ വലിയ പ്രിപ്പറേഷൻ. വണ്ടിയുടെ Open, bike. Hey, not the tank, not the tank, man. Open the gas tank. Come on. हेलो, एक फुल टैंक का वो पेट्रोल का लेगा. മലയാളത്തിൽ പറഞ്ഞാൽ മതി മാഷേ. ഫുൾ ടാങ്കാ? സാറ് മലയാളിയായിരുന്നു. ഞാൻ മീശയും നടുകി കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചൊരു സിഖുകാരനായിരിക്കുന്നു. നല്ല ഒന്നാന്തരം മലയാളിയാ. ഇത് കോസ്റ്റ് കട്ടിങ്ങാ. സാധനങ്ങൾക്കൊക്കെ ഇപ്പം എന്താ വില? ഞാൻ നോക്കിയിട്ട് ഇന്നത്തെ കാലത്ത് വലിയ കുടുംബങ്ങളെല്ലാം കോസ്റ്റ് കട്ട് ചെയ്യാൻ പറ്റിയത് ഇത് മാത്രമേ ഉള്ളൂ, ഷേവിങ്. എടി എന്തുവാടേ, രാവിലെ 3 മണിക്കൂറായി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട്. വിശന്നിട്ട് വയ്യ, പച്ചക്കറി വാങ്ങാനെന്ന് പറഞ്ഞ് രാവിലെ ഇറങ്ങിയതാ. സമയം എത്രയായി? എടാ, 20 മൈൽ ഓടിച്ചാൽ എന്നാ നമ്മൾ കാശ് എത്ര ലാഭിച്ചെന്നറിയോ? ഓക്കെ ഗൈസ്, യു ഓൾ സെറ്റ്. $75.57. അതിന് ഞാൻ ഒരു ഫുൾ ടാങ്കിൽ അടിക്കാൻ പറഞ്ഞുള്ളൂ. അല്ലാതെ ഒരു കാറിൽ 2 ഫുൾ ടാങ്ക് അടിക്കാൻ പറ്റുമോ? എത്രന്ന് പറഞ്ഞു? $75.57.